കണ്ട ഇത് ഇവിടെയൊക്കെ പിലോപ്പി എന്നാണ് ഇതിനെ പറയണത്. എല്ലായിടും ഇത് തന്നെയാണ് ഇതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനിത് പൊള്ളിക്കാന്ന് വിചാരിച്ചാണ്. ഇനി നമ്മൾ വാഴയിലൊക്കെ വെച്ച് കെട്ടി ഇതാക്കി എടുക്കണം. അതിൻ്റെ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത്. അപ്പം ഞാൻ ചെയ്യണ രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കുറച്ച് ടാസ്ക്കാണ് ഇത് നന്നാക്കി എടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാം. എന്നിട്ട് ഇതിന് മസാല വേണ്ട സാധനങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഹായ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ പറഞ്ഞു വിട്ട് സുഖമായിട്ടിരിക്കുന്ന സമയമാണല്ലേ. തിരക്കൊക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ എത്ര പെട്ടെന്നാണ് ഇപ്രാവശ്യം പോയത്. 10 ദിവസം വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കാൻ തന്നെ പറ്റിയിട്ടില്ല. ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. വെക്കേഷൻ പോയതറിഞ്ഞില്ല. വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറന്നിട്ടുള്ള കുറച്ച് ദിവസം അല്ലേ, നല്ല മടിയായിരിക്കും എല്ലാവർക്കും. അപ്പം ഞാൻ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് കറിക്ക് എന്ത് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് മീൻ കൊണ്ടുവന്ന് നിൽക്കുക. നമ്മുടെ പിലോപ്പിയില്ലേ, പിലോപ്പി എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയണത്. എല്ലായിടത്തും അത് തന്നെയാണ് അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ മീൻ വാങ്ങിച്ച് അപ്പം അത് പൊള്ളിക്കാന്നുള്ള ഒരു മൈൻഡിലായപ്പോൾ അതിന് വാഴയിലൊക്കെ മസാലയൊക്കെ ഉണ്ടാക്കി വാഴയിലൊക്കെ കെട്ടി ഇതാക്കി എടുക്കുക. അപ്പോൾ അത് നിങ്ങളെ കാണിക്കുക എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ആക്കി എടുത്തതാണ്. ഞാനിത് അപ്പം തന്നെ അതിൽ വോയിസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയേക്കുന്ന സമയത്ത് വോയിസ് ഭയങ്കര സൗണ്ട് കുറവ്, ഒന്നും കേൾക്കണില്ല. അപ്പോൾ ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് പെരുംജീരകം, കുറച്ച് സുർക്കയാണ് കേട്ടോ ഒഴിക്കണത്. അതിൽ സുർക്കയും കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കും. ഇത് നമ്മൾ മീനിൽ തേക്കാനുള്ള മസാലയാണ്. നല്ലോണം അരച്ചെടുത്തിട്ട് മീൻ വരകണം കേട്ടോ. മീൻ നല്ലോണം വരകിയിട്ട് അതിൽ നല്ലോണം തേച്ച് ഒരു 10-20 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാനെടുക്കാം. ഇത് ഞാൻ ഫുള്ള് എടുക്കണില്ലേ. ഈ മസാല കുറച്ച് ഇതിന് മസാല നമ്മൾ പൊതിയണ സമയത്ത് കുറച്ച് മസാല വേണമല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുക്കണുണ്ട്. അപ്പോൾ അത് ഫുള്ള് എടുക്കണില്ല. അപ്പോൾ ഇതിന് മസാല തേക്കാനുള്ളത് എടുത്തിട്ട് ഞാൻ ബാലൻസ് നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതിന് മസാലയൊക്കെ തേച്ച് ഒരു 10-20 മിനിറ്റ് അതവിടെ ഞാൻ മാറ്റി വെച്ച്. അതിന് ശേഷം ഒരു തക്കാളിയും പകുതി സവാളയും പിന്നെ നമ്മൾ എടുത്ത് ഇതിൽ നിന്ന് മാറ്റി വെച്ചിരുന്ന ആ മസാലയും കൂടി അതേ ജാറിലോട്ട് തന്നെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും, ഇനി വിനാഗിരി ഒഴിക്കണം എന്നില്ല, ഉപ്പിട്ട് അതും നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ മസാലയൊക്കെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റൗ കത്തിച്ച് അതിനകത്തോട്ട് പാൻ വെക്കാം കേട്ടോ. പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ, നമ്മളൊരു സ്പൂൺ എന്നൊക്കെ പറയണ പോലെ കുറച്ച് ഉലുവ ഇടുക. അത് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉണക്കമുളക്, വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളകും അതൊന്ന് നല്ലോണം ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കണ ടൊമാറ്റോ പേസ്റ്റ് അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/2 സ്പൂൺ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് പെരുംജീരകത്തിൻ്റെ പൊടി, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മസാലയിലോട്ട് നമുക്കിതെല്ലാം കൊട്ടി നല്ലോണം വഴറ്റിയെടുക്കാം. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണ ഫിഷ് അത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാവണ സമയം കൊണ്ട് അത് വായിക്കോളും. അത് നല്ലോണം മുരിഞ്ഞ് വരുന്നുണ്ട്. മറ്റേത് നല്ലോണം ആ തക്കാളിയുടെയും ഉള്ളിയുടെയൊക്കെ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ നല്ലോണം ഇതാക്കി വഴറ്റിയെടുക്കണം കേട്ടോ. അതിന് ശേഷം ഞാൻ ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോയി.
എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. അത് ഇത്തിരി പാടായിരുന്നു അവിടേക്ക് ഇറങ്ങി അവിടെ നിന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇലയും അതിനോടൊപ്പം നാരും കൂടിയും പൊട്ടിച്ച് അത് കഴുകിയെടുത്ത് എന്നിട്ട് ഇത് വാട്ടിയെടുക്കണം കേട്ടോ. നല്ലോണം വാട്ടിയില്ലെങ്കിൽ നമ്മൾ മടക്കുന്ന സമയത്ത് ഇല പൊട്ടിപ്പോവും. അപ്പോൾ ആ ചട്ടിയിൽ മുരിക്കാനൊക്കെ ഇടുമ്പോൾ, ഈ ആവിയേറ്റാനൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി അതിൻ്റെ മസാലയുടെ വെള്ളമൊക്കെ പുറത്തോട്ട് പോയിട്ട് അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പം നല്ലോണം വാട്ടിയെടുക്കണം. ഇല ഇങ്ങനെ മടക്കുമ്പോഴും ഇതാക്കുമ്പോഴും ഒക്കെ കീറാത്ത രീതിയിൽ ഇല നല്ലോണം വാട്ടിയെടുക്കണം കേട്ടോ. എല്ലാം നല്ലോണം വാട്ടിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ മസാല എല്ലാം നിവർത്തി വെക്കാം. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല അതിൻ്റെ മേലെ വെക്കാം കേട്ടോ. ഇങ്ങനെ നല്ലോണം പരത്തി നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മേലയിലോട്ട് നമ്മൾ പൊരിച്ച് വെച്ചേക്കണ ഫിഷ് എടുത്ത് അതിൻ്റെ മേലെ വെക്കാം. ആ മീൻ ശരിക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ മസാല ഇട്ട് കൊടുക്കണേ അടിയിൽ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മീനിൻ്റെ മേലെയും കൂടിയും ഇട്ട് കൊടുക്കണം. ഫുള്ള് മസാലയൊക്കെ അതിൽ വെച്ചതിന് ശേഷം വാഴയില നന്നായി മടക്കി പൊതിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളെടുത്ത വാഴയുടെ നാര് കൊണ്ട് തന്നെ നല്ലോണം 3 സൈഡും കൂട്ടി കെട്ടിയിട്ട് നമുക്കൊരു പാൻ വെക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറേ ഒന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ പൊതി അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ, ഒരു സൈഡ് ഒരു 5 മിനിറ്റ്, മറ്റേ സൈഡ് ഒരു 5 മിനിറ്റ്, അങ്ങനെ 2 സൈഡും ഒന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ നമ്മളുടെ മൂക്കിലോട്ട് കയറും. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എരിവും ഇതൊക്കെ ആവശ്യത്തിന് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ഇടാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് എരിവ് കൂടിപ്പോയി, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാനിത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലോട്ട് വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ വാഴയിലേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഇതായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ ഇതാവണുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതൊരു കൈ കൊണ്ട് മറിച്ചിടാൻ പറ്റില്ല. ഒന്ന് മറിച്ചിടാം. നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നേക്കാണ്. ഇനി മോൾക്ക് ചോറ് കൊടുക്കണം.
ഞാനും ഫുഡ് കഴിക്കും. അത് ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഫുഡ് അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ കൊച്ചിനെ ഉറക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം അതൊക്കെ ആയിട്ടിരിക്കും. പിന്നെ എന്തെങ്കിലും മൂവിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണും. അല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങിപ്പോവും കേട്ടോ. ഫോണിൽ ഇങ്ങനെ നോക്കി കിടന്ന് ഉറങ്ങിപ്പോവും. 4 മണി 4:15 ആകുമ്പോഴത്തേനും അഹുത വരും. പിന്നെ ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ മീൻ പൊള്ളിച്ചത് നമുക്ക് നോക്കാം. അത് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണുന്നവരെ ബായ്.